ഹായ് മക്കളെ, പ്ലസ് 1 കെമിസ്ട്രിയിലെ ക്രാക്ക് NCERT ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കിടിലനായിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ട്രക്ചർ ഓഫ് പാർട്ടിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ മോഡൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 4 × 10⁻⁻⁷ മീറ്റർ സ്ട്രൈക്സ് ഓൺ മെറ്റൽ സർഫസ്. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ബീങ് 2.13 EV. അതായത് 2.13 EV, അതായത് സാധാരണ നമ്മൾ വർക്ക് ഫംഗ്ഷനും വരുന്ന ലൈറ്റിൻ്റെ എനർജിയും കൈനറ്റിക് എനർജി എല്ലാം തന്നെ നമ്മൾ ജൂളിലല്ലേ പറയുക. ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള ബന്ധം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ജൂളിലല്ല, മറിച്ച് ഇലക്ട്രോൺ വോൾട്ടിലാണ്. EVയിലാണ് തന്നിരിക്കുന്നത്. 2.13 ആണ് വർക്ക് ഫംഗ്ഷൻ. അഥവാ W0 തന്നിട്ടുണ്ട്. വന്ന് ഇടിച്ചിരിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് മാത്രം വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ. വന്ന ലൈറ്റിന്റെ എനർജി കണ്ടുപിടിക്കുക. അതും ജൂളിലല്ല വേണ്ടത്, EVയിലാണ് വേണ്ടത്. അതുമാത്രമല്ല, ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. ലൈറ്റ് വന്ന് ഇടിച്ചതിന് ശേഷം പുറത്തോട്ട് ചാടി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി മാത്രം പോരാ, ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. എത്ര സ്പീഡിലാണ് ആ ഇലക്ട്രോൺ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിന് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യം എടുത്ത് എഴുതാം. ലാംഡയാണ് തന്നിരിക്കുന്നത്. വന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് തന്നിരിക്കുന്നു 4 × 10⁻⁷ മീറ്റർ. മീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും മാറ്റേണ്ടതില്ല, മീറ്ററിൽ തന്നെയാണല്ലോ റെഡി. ഈ ലാംഡ തന്നതിന് ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെന്ന്? വന്ന ലൈറ്റിന്റെ എനർജി കണ്ടുപിടിക്കണം. വന്ന ലൈറ്റിന്റെ എനർജി കണ്ടുപിടിക്കണം. എനർജി ഓഫ് ദ ഫോട്ടോൺ. വന്ന ലൈറ്റിന്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ലാംഡ തന്നിട്ട് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? hc/λ. ഫ്രീക്വൻസി ആണെങ്കിൽ h × ന്യൂ ചെയ്താൽ മതി. ഫ്രീക്വൻസി × h ചെയ്താൽ മതി. ലാംഡയാണ് തരുന്നെങ്കിൽ hc/λ എന്ന് ചെയ്യണം. അപ്പോൾ h എന്ന് പറഞ്ഞാൽ 6.626 × 10⁻⁻34 ആണ്. ഇതൊന്നും ക്വസ്റ്റ്യനിൽ തരില്ല. c എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് 4 × 10⁻⁷ ആണ്. അപ്പോൾ മുകളിലെ നമ്പർ 6.626, പിന്നെ 3/4 ചെയ്താൽ 0.7 അല്ലേ കിട്ടുക. അപ്പോൾ 3/4 ചെയ്യുക, 0.7 ഇവരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 4.969 × 10⁻⁻34 ഏറ്റവും കൂടെ ആഡ് ചെയ്യുക. ഇവൻ മുകളിലോട്ട് പോകുമ്പോൾ 10⁻+7 ആയിട്ട് മാറും. അപ്പോൾ 10⁻+7 മുകളിൽ അല്ല, ഇത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻+7 ആയിട്ട് മാറും. അപ്പോൾ +7 ഏറ്റവും കൂടെ കൂട്ടിയിൽ 15 34 കൂടെ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ വലുതും ചെറുതും വലുതും സൈഡ് ഇടുമ്പോൾ നമുക്ക് 10⁻⁹ ജൂൾ എന്ന് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഓഫ് ദ ഫോട്ടോൺ എന്ന് പറയുന്നത് ജൂളിലാണ്. പക്ഷേ ഇവിടെ വേണ്ടത് എങ്ങനെയാണ്? ഇലക്ട്രോൺ വോൾട്ടിലാണ് വേണമെന്നാണ് അവർ പറയുന്നത്. ഇലക്ട്രോൺ വോൾട്ടിൽ വേണം. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മക്കളെ, ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇല്ലേ 1.6 × 10⁻⁻⁹, അതുകൂടെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം? ജൂളിലോട്ട് മാറ്റാം. ഇലക്ട്രോൺ വോൾട്ടിനെ 1.6 × 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ജൂളിലോട്ട് മാറ്റാം. ജൂളിനെ 1.6 × 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ EVയിലോട്ട് വരാം. അപ്പോൾ ജൂൾ ഡിവൈഡഡ് ബൈ ഈ ചാർജ് ചെയ്താൽ എന്ത് കിട്ടും? EV കിട്ടും. EVനെ ജൂളിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് ജൂളാണ്. ജൂളിനെ EVയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻⁹ അല്ലേ? ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻⁹ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3.105 EV എന്ന് കിട്ടും. 3.105 EV. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ എനർജി 3.105 ആണ്. ഇവിടെ ആവശ്യമുള്ള വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2.13 ആണ്. 2.13യേക്കാൾ കൂടുതലല്ലേ വരുന്ന ലൈറ്റിൻ്റെ എനർജി. അപ്പോൾ ഉറപ്പായും അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കും. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ എനർജിയിൽ നിന്ന് 2.13 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇത് ഒന്നാമത്തെയാണ്. ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വന്ന ലൈറ്റിൻ്റെ എനർജി മൈനസ് അവിടെയുള്ള വർക്ക് ഫംഗ്ഷൻ hν0 അല്ലേ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ hν0 അല്ലേ? നമുക്ക് EVയിൽ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. hν എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3.105 ആണ് അല്ലേ? വന്ന ലൈറ്റിൻ്റെ എനർജി എത്രയാണ്? 3.105 മൈനസ് വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2.13 എന്ന് തന്നിട്ടുണ്ട്. 2.13 ഈക്വൽ ടു മൈനസ് ചെയ്താൽ 0.975 EV എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കൈനറ്റിക് എനർജി എന്താണ്? ഇലക്ട്രോൺ വോൾട്ടിലാണ്. നമുക്കതിന് ശേഷം ഈ കൈനറ്റിക് എനർജിയുടെ ½mv² എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് V കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൈനറ്റിക് എനർജി ജൂളിലായിരിക്കണം, SI യൂണിറ്റിലായിരിക്കണം. പക്ഷേ ഇവിടെയുള്ളത് എന്താണ്? EVയിലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ EV എന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നു? ജൂളിലോട്ട് മാറ്റുന്നു. ഇൻറ്റു 1.6 × 10⁻⁻⁹ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് EVയെ നമുക്ക് എന്ത് ചെയ്യാം? ജൂളിലോട്ട് മാറ്റാം.
1.56 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കിട്ടും കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി രണ്ടെണ്ണം ഏതൊക്കെയാണ്? 0.975 EV എന്നും കണ്ടുപിടിച്ചു, 1.56 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കണ്ടുപിടിച്ചു. ജൂളിലും കണ്ടുപിടിച്ചു, EV യിലും കണ്ടുപിടിച്ചു. എനർജി റെഡി. എന്തിനാണ് ജൂളിലോട്ട് മാറ്റിയത്? നമുക്ക് അടുത്ത വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അവിടുത്തെ മാസ് എല്ലാ സാധനവും എനർജിയൊക്കെ എന്തായിരിക്കണം? SI യൂണിറ്റിലായിരിക്കണം. അതിനാണ് നമ്മൾ ഇപ്പോൾ തന്നെ അത് മാറ്റിയത്. അപ്പോൾ മൂന്നാമത്തെ കൈനറ്റിക് എനർജിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കണേ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി നമുക്കിപ്പോൾ കിട്ടി എത്ര? 1.56 ഇൻറ്റു 10⁻⁻19 എന്ന് കിട്ടി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² അല്ലേ? ½ mv² എന്ന് പറഞ്ഞാൽ 1.56 ഇൻറ്റു 10⁻⁻19 ജൂൾ അല്ലേ? നമുക്ക് V ആണ് വേണ്ടത്. അപ്പോൾ V² എഴുതാം. V² ഈക്വൽ ടു 1.56 ഇൻറ്റു 10⁻⁻19. ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 2 ആയിട്ട് മാറും. ഇവിടുത്തെ ഇൻറ്റു m അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ m ആവും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1.56 നോക്കണേ, 1.56ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന നമ്പറിനെ 9.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക 0.3428 ഇൻറ്റു 10⁻, മുകളിലോട്ടൊക്കെ പോകുമ്പോൾ 12 ആണ് കിട്ടുക. റെഡി. ഇത് V² ആണ്. നമുക്കടുത്ത് V ആണ് വേണ്ടത്. V ആണെന്നുണ്ടെങ്കിൽ 0.3428 ഇൻറ്റു 10⁻12 എന്ത് ചെയ്യണം? നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നമ്പറിൻ്റെ റൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 0.585 ഇൻറ്റു 10⁻6 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. റെഡിയല്ലേ? അങ്ങനെ ഇടയിൽ അത് കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ആയി. ഓക്കെ, കാര്യമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ആരും തന്നെ പതറാനായിട്ട് പാടില്ല. ഇതുപോലെയുള്ള കിടിലിനായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള NCERT സീരീസ് അഥവാ ക്രാക്ക് NCERT സീരീസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾ ഗംഭീരമായി തന്നെ പിന്തുടരുക. ഒരു പ്ലേലിസ്റ്റ് ഇട്ട് കിട്ടുന്നുണ്ടായിരിക്കും, നിങ്ങൾ കയറി നോക്കുക. ഇങ്ങനെയുള്ള റെക്കോർഡ് കണ്ടാൽ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കിടിലിനായിട്ടുള്ള ചോദ്യങ്ങളാണ്, നിങ്ങളുടെ ലെവൽ കൂട്ടാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. വീണ്ടും ഇതുപോലെ ചോദ്യങ്ങളൊക്കെ കത്തിരിക്കും, ഓരോ സബ്ജക്റ്റും ഇതുപോലെ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്ന എന്ത് ഡൗട്ട്സ് ഞാൻ മെഷർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കിടിലിനെ ഉറപ്പിക്കണം. താങ്ക് യു.